الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته واحد في أفعاله ليس كمثله شيء وهو السميع البصير يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم الذين تتوفاهم الملائكة طيبين يقولون سلام عليكم ادخلوا الجنة بما كنتم تعملون اتقوا الله عباد الله أوصيكم وإياي بتقوى الله ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, യുബ്അത്തു കുല്ലു അബ്ദിൻ അലാ മാ മാത അലൈഹി എന്നാണ്. ഏതൊരവസ്ഥയിലാണോ ഒരടിമ മരണപ്പെടുന്നത് അതേ അവസ്ഥയിലാണ് ഏതൊരാൾക്കും പുനർജീവിതം, ഉയർത്തെഴുന്നേൽപ്പ് നൽകപ്പെടുക എന്ന് ഖലീലുർ റഹ്മാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിൽ നബി പഠിപ്പിക്കുന്നത്, മനുഷ്യർ എന്ന നിലയിൽ നമ്മൾ ഏതൊരവസ്ഥയിലാണോ മരണപ്പെടുന്നത് ആ മരണപ്പെടുന്ന അതേ അവസ്ഥയിലാണ് ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നാണ്. ഈ ഹദീസിന് ഉപോത്ബലകമായി മറ്റൊരു ഹദീസിൽ കാണുന്നത്, മുഅ്മിൻ ഈമാനിലായും മുനാഫിഖ് അവന്റെ നിഫാഖിലായും എന്ന് ഖലീലുർ റഹ്മാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുബ്അത്തു കുല്ലു അബ്ദിൻ അലാ മാ മാത അലൈഹി, എല്ലാ അടിയാന്മാരും താൻ മരിച്ച അവസ്ഥയിൽ തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് പറയുന്നതിന്റെ ശറഹിൽ കാണാം. നിസ്കാരത്തിലായി, നോമ്പിലായി, സകാത്തിലായി, ഹജ്ജിലായി, ജിഹാദിലായി, തിലാവത്തുൽ ഖുർആനിലായി, വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരായി, ഇബാദത്തിൽ മുഴുകിയവരായി ജീവിച്ചിരിക്കുകയാണ് ഒരാളിലേക്ക് മലക്കുൽ മൗത്ത് വരുന്നതും ഒരാൾ മരിക്കുന്നതുമെങ്കിൽ അയാൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക അങ്ങനെയാണെന്ന്. എന്നാൽ തമ്മാടിത്തവും നെറികേടും വൃത്തികേടുകളും പാപങ്ങളുമായി ജീവിച്ച് മരിക്കുന്ന ഒരുത്തനാണെങ്കിൽ, കുടിയനായി മരിച്ചവൻ കുടിയനായും, വ്യഭിചാരിയായി മരിച്ചവൻ വ്യഭിചാരിയായും, തമ്മാടിയായി മരിച്ചവൻ തമ്മാടിയായും, സിനിമ കാണുന്നവനായി, സീരിയൽ കാണുന്നവളായി, വൃത്തികേട് ആസ്വദിക്കുന്നവനായി, വൃത്തികേട് നുകരുന്നവരായി ഏതൊരാൾ മരിക്കുന്നുവോ അവർ അങ്ങനെയും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് ഈ മുസ്ലിം ഉദ്ധരിച്ച ഹദീസിന്റെ ശറഹിൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ശാരിഹീങ്ങളായ ഇമാമിങ്ങൾ വിശദീകരിക്കണം. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നന്മയിലായിരിക്കെയുള്ള മരണം അൽഹംദുലില്ലാഹ് രക്ഷയുടേതാണ്. ഇബാദത്തിലായിരിക്കെയുള്ള മരണം രക്ഷയുടേതാണ്. രക്ഷപ്പെട്ടവരുടെ മരണവേളയെ സംബന്ധിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഖുർആനിലൂടെ നമ്മെ അറിയിക്കുന്നുണ്ട്. 56-ാമത്തെ അധ്യായം സൂറത്തു അൽ വാഖിഅ, അതിന്റെ 88, 89 ശേഷമുള്ള ആയത്തുകളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രണ്ട് കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ കൂട്ടർ മുഖറബീങ്ങളാണ്. ഒരുപക്ഷെ ഈ ആയത്ത് ഈ ഇരിക്കുന്ന ആളുകളിൽ ഭൂരിപക്ഷത്തിനും ഹിഫ്ളുള്ള ആയത്തായിരിക്കാം. എന്താണ് ആയത്തിലുള്ളത്? റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹു വറൈഹാനു വജന്നതു നഈം. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ, അപ്പോൾ അവൻ മരിച്ചയാൾ അയാൾ മുഖറബീങ്ങളിൽപ്പെട്ടവരാണെങ്കിൽ, സാമീപ്യം സിദ്ധിച്ചവരിൽപ്പെട്ടവരാണെങ്കിൽ, ഫറൗഹുൻ വറൈഹാനുൻ വജന്നതു നഈം, മൂന്ന് കാര്യങ്ങളാണ്. ഈ മരിച്ച വ്യക്തിക്ക് ആശ്വാസമുണ്ട്,
വിശിഷ്ടമായ ഉപജീവനമുണ്ട്, സുഖാനുഭൂതിയുടെ സ്വർഗത്തോപ്പമുണ്ട് എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല. അതായത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഖറബീങ്ങൾക്ക് കിട്ടുന്ന മെച്ചത്തെക്കുറിച്ച് പറയുന്നത് അവർക്ക് ആശ്വാസമുണ്ട്, ഇനി ഒരിക്കലും അവർക്ക് ക്ഷീണമുണ്ടാവില്ല എന്നാണ്. വിശിഷ്ടമായ ഉപജീവനമുണ്ട്, അല്ലാഹുവിന്റെ റഹ്മത്തും അവർക്കുണ്ട് എന്നാണ്. ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന സുഖാനുഗ്രഹത്തിന്റെ, സുഖാനുഭവത്തിന്റെ ജന്നത്തു നഈം, സ്വർഗത്തോപ്പും അവർക്കുണ്ട് എന്ന്. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ, അപ്പോൾ അവൻ മരിക്കുന്നവൻ, മരിച്ചു പോകുന്ന സമയത്തുള്ള ആള്, അയാൾ മുഖറബീങ്ങളിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞാൽ താബിഈങ്ങളിലെ പ്രസിദ്ധനായ അഹ്ലുസുന്നത്തിന്റെ ഇമാമായ മഹാനായ അബുൽ ആലിയ റഹിമഹുല്ലാഹ് അതിന് തഫ്സീർ നൽകുന്നത് വഹുമുസ് സാബിഖൂൻ, അവർ സാബിഖീങ്ങളിൽപ്പെട്ടവരാണെങ്കിൽ, മുൻകടന്നവരിൽപ്പെട്ടവരാണെങ്കിൽ. അതാണ് നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ ഓതുന്നത് അസ്സാബിഖൂൻ അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. എങ്കിൽ എന്താണ് മുഖറബീങ്ങളുടെ അവസ്ഥ? അവരുടെ പ്രത്യേകത എന്താ? അവർക്ക് കിട്ടുന്ന ഈ നിഅമത്തിന് കാരണമായത് എന്താണ്? മിനൽ മുഖറബീൻ, അവർ അല്ലാഹുവിങ്കൽ സാമീപ്യം നൽകപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ വഹുമുല്ലദീന ഫഅലുൽ വാജിബാതി വൽ മുസ്തഹബ്ബാത്ത്, അവർ അല്ലാഹു തആല കൽപ്പിച്ച വാജിബായതും ഐച്ഛികമായതുമായ കാര്യങ്ങളെ മുഴുവനും പ്രവർത്തിക്കുന്നവരാണ്. വതറകുൽ മുഹറമാതി വൽ മക്റൂഹാതി വബഅദൽ മുബാഹാത്ത്. വല്ലാത്തൊരു വാക്കാണത്. മുഫസ്സിറുകൾ പറയാണ്, അവർ ഹറാമായതും കറാഹത്തായതുമായ, നിഷിദ്ധവും വെറുക്കപ്പെട്ടതുമായ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഉപേക്ഷിക്കുന്നവരും വബഅദൽ മുബാഹാത്ത്, അനുവദനീയമായ ചില കാര്യങ്ങളും ഉപേക്ഷിക്കുന്നവരാണ്. അത്രത്തോളം സൂക്ഷ്മത പാലിക്കുന്നവരാണ് ആര്? മുഖറബീങ്ങൾ. ആ മുഖറബീങ്ങളുടെ മരണവേള റൗഹും റൈഹാനും ജന്നത്തു നഈമും കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഫറൗഹുൻ വറൈഹാനുൻ വജന്നത്തു നഈം, അവർക്ക് ലഭിക്കാനുള്ളത് അതാണ്. മലയാളീകരിച്ച് ആശയവിവർത്തനം നടത്തിയാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആശ്വാസവും വിശിഷ്ടമായ ഉപജീവനവും സുഖാനുഭൂതിയുടെ സ്വർഗത്തൊപ്പം ഉണ്ടായിരിക്കുമെന്ന്. തഫ്സീറുകളിൽ കാണുന്നതിന് മലയാളത്തിൽ പറഞ്ഞാൽ അവന് ആശ്വാസമുണ്ട്, ഈ മരിക്കുന്നവന് ഇനി ഒരിക്കലും ക്ഷീണമില്ല, വിശിഷ്ടമായ റിസ്ഖുണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യമുണ്ട്, ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന സുഖാനുഗ്രഹങ്ങളുടെ സ്വർഗത്തൊപ്പുണ്ട്. എത്രത്തോളം റാഹത്തുണ്ട്, ഫറഹുണ്ട്, റഹ്മത്തുണ്ട് എന്ന് ഇബ്നു അബ്ബാസ്, ഇബ്നു ജുബൈർ, മഹാനായ ഖത്താദ റളിയല്ലാഹു അൻഹും വറഹിമഹുമുല്ലാഹു റഹ്മത്തൻ വാസിഅ, ഇമാമിങ്ങളായ സഹാബത്തും താബീങ്ങളും പഠിപ്പിച്ചത് അങ്ങനെയാണ്. ആശ്വാസമുണ്ട്, സന്തോഷമുണ്ട്, കാരുണ്യമുണ്ട്. അല്ലാഹുവേ അവൻ നൽകുമാറാകട്ടെ. ആശ്വാസവും അടക്കവും സന്തോഷവും ഹൃദയത്തിന്റെയും ഖൽബിന്റെയും ആത്മാവിന്റെയും ആനന്ദം ജസദും റൂഹും, അല്ലെങ്കിൽ മനുഷ്യന്റെ ഖൽബും ശരീരവും ഒരുപോലെ ആസ്വദിക്കുന്ന ഒരു ആനന്ദം മരണവേളയിൽ മുഅ്മിനീങ്ങൾക്കുണ്ട് എന്ന് ഖാല അബൂബക്കറിൽ വറാഖ്, അഹ്ലുസുന്നയിലെ പ്രസിദ്ധനായ ഇമാമാണ്, പൂർവികരിൽപ്പെട്ട ആളാണ്. അദ്ദേഹം പറയാണ് അർ-റൗഹ്, റൗഹ് എന്ന് പറഞ്ഞാൽ അന്നജാതു മിനന്നാർ, നരകത്തിൽ നിന്ന് അവർക്ക് മോചനമുണ്ട്. വർ-റൈഹാൻ, റൈഹാൻ എന്ന് പറഞ്ഞാൽ ദുഖൂലു ദാരിൽ ഖറാർ, സ്ഥിരവാസത്തിന്റെ ഭവനത്തിലേക്ക്, സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് അവർക്ക് പ്രവേശനമുണ്ട് എന്ന്. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. എന്നിട്ട് അല്ലാഹു തആല സൂറത്തുൽ വാഖിയയുടെ 90-91 ആയത്തുകളിൽ റബ്ബ് പറയുന്നത് വേറൊരു കൂട്ടരെ കുറിച്ചാണ്. അതാരാ? വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ. എന്നാൽ അവൻ ആര്? മരണം വിധിക്കപ്പെടുന്നവൻ. മുഅ്മിനായ വ്യക്തിയുടെ മരണത്തെക്കുറിച്ച് പറയാണ്. ആ വ്യക്തി വലതുപക്ഷക്കാരിൽപ്പെട്ടവനാണെങ്കിലോ അസ്ഹാബുൽ മൈമന, മറ്റൊരു വിഭാഗം അസ്ഹാബുൽ മശ്അമ, ഒന്നുകൂടി ഉയർന്നൊരു വിഭാഗം അസ്സാബിഖൂൻ. ഇത് മുഴുവനും ചർച്ച ചെയ്യുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ വാഖിഅ.
അതിനകത്ത് വലതുപക്ഷക്കാർ, സ്വർഗത്തിന്റെ അഹ്ലുകാർ, മുഅ്മിനീങ്ങൾ, അവരെ കുറിച്ച് പറയാണ് അവൻ വലതുപക്ഷക്കാരിൽപ്പെട്ടവരാണെങ്കിൽ ഫസലാമുൽ ലക് മിൻ അസ്ഹാബിൽ യമീൻ, അസ്ഹാബുൽ യമീനിൽപ്പെട്ട നിനക്ക് സമാധാനം എന്നായിരിക്കും മരിക്കുന്ന വേളയിൽ മരിപ്പിക്കുന്ന മലക്കുകൾ അവനോട് പറയുകയാണ്. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളാക്കുമാറാകട്ടെ. മഹാനായ ഇക്രിമ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു അബ്ബാസിന്റെ റളിയല്ലാഹുവിന്റെ പ്രമുഖ ശിഷ്യനാണ്. ഖാല ഇക്രിമ, അദ്ദേഹം പറയാണ് ഫസലാമുൽ ലക മിൻ അസ്ഹാബിൽ യമീൻ പറഞ്ഞാൽ തുസല്ലിമു അലൈഹിൽ മലായിക. മരിക്കുന്ന വ്യക്തി ചുറ്റുമുള്ളവർ കാണുന്നില്ല, കേൾക്കുന്നില്ല, അറിയുന്നില്ല. ഇദ്ദേഹത്തിന്റെ ഭാവവ്യത്യാസങ്ങൾ ഒരു പക്ഷെ അറിയുന്നുണ്ടാകും, നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ. പക്ഷേ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു മനസ്സുഖമുണ്ട്, ഒരു ആശ്വാസമുണ്ട്, ഒരു സന്തോഷമുണ്ട്. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ കിട്ടാത്ത ആനന്ദത്തിന്റെ സമാശ്വാസം അയാൾക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. മരിപ്പിക്കുന്ന വേളയിൽ മലായികത്തുകൾ മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന സന്തോഷ വാർത്ത സലാമുൽ ലക്. ഈ ദുനിയാവിൽ പരസ്പരം കണ്ടപ്പോൾ പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതേ പദം സലാം, സമാധാനം, റബ്ബിന്റെ രക്ഷയുണ്ടാവട്ടെ, സമാധാനമുണ്ടാകട്ടെ. സലാം എന്നത് ഇസ്മുല്ലാഹ്, അള്ളാന്റെ നാമമാണ്. അള്ള നിന്റെ കൂടെ ഉണ്ടാകട്ടെ എന്നതിന്റെ മാന. അത് ദുനിയാവിൽ നിന്ന് പറയുന്നു. മരിക്കുന്ന നേരത്ത് മലായികത്തുകൾ പറയുന്നു. നാളെ മഹ്ശറിലേക്ക് എഴുന്നേൽപ്പിക്കുന്നിടത്തും അവരെ സ്വാഗതം ചെയ്യുന്നു. സ്വർഗത്തിലേക്ക് വരുന്നിടത്തും സലാമൻ സലാമ. ആ സ്വർഗത്തിലെ അഭിവാദ്യമാണ് പ്രിയമുള്ളവരെ മുസ്ലിമീങ്ങളെ നമ്മൾ ദുനിയാവെന്ന് പറയുന്നത് അസ്സലാമു അലൈക്കും. അത് പറയുന്നിടത്ത് ഉണ്ടാകേണ്ട ഒരു വഖാറും ഒരു മാനസികമായ ഉൾക്കാഴ്ചയും ഒക്കെ നമുക്ക് എന്നുണ്ടാകുന്നുവോ അന്നതൊരു പ്രാർത്ഥനയാണ് നമുക്ക് മനസ്സിലാകും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഫസ്സലാമുല്ല. മലക്കുകൾ പറയണം മരിക്കുന്ന ആളോട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളാക്കുമാറാകട്ടെ. അഥവാ സലാമുല്ലക്ക് എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ പറയണം അവർക്ക് പരിപൂർണ നിർഭയത്വമുണ്ട്, രക്ഷയുണ്ട്. അല്ല പറഞ്ഞത് അവരെയുള്ളവരെ അല്ല പറഞ്ഞതാണ്. മരിക്കുന്ന വേളയിൽ മുഅ്മിനായ ഒരടിമയുടെ അരികിലേക്ക് കടന്നു വരുന്ന മലക്കുകൾ, മലക്കുൽ മൗത്തും കൂടെയുള്ളവരും, അവർ മരിക്കുന്ന വ്യക്തിയോട് പറയും റബ്ബ് നമ്മൾ ഇക്കൂട്ടത്തിലാക്കുമാറാകട്ടെ. 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്ത്, ഹാമീം സജദ, 2 പേരുള്ള സൂറത്ത്. ആ 2 പേരിൽ അറിയപ്പെടുന്ന ഈ സൂറത്തിന്റെ 30-ാമത്തെ ആയത്തിൽ അല്ല പറഞ്ഞെന്തറിയോ? അല്ല പറയാണ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുകയും പിന്നീട് ഇസ്തിഖാമത്തിലാവുകയും അഥവാ ആ തൗഹീദിന്റെ കലിമത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുള്ളവരാരോ, അഥവാ ശിർക്ക് ചെയ്യാത്തവരാരോ, മുവഹിദീങ്ങളാരോ, കുടുങ്ങുന്നിടത്തും ആശ്വാസത്തിന്റെ വേളയിലും സ്വകാര്യതയിലും ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും അല്ല, സമാധാനത്തിലും സമാധാനമില്ലാത്തപ്പോഴും ഏത് റബ്ബാണോ കാവൽ നൽകുന്നത്, ഏത് റബ്ബിനോടാണ് ചോദിക്കുന്നത്, ഏത് റബ്ബ് മതി എന്നാണോ തീരുമാനിച്ചത്, ആ തൗഹീദിൽ ഉറച്ചു നിൽക്കുന്നവന്റെ തൗഹീദിനെ തഹ്ഖീഖ് ചെയ്തവന്റെ അരികിൽ മലായികത്തുകൾ ഇറങ്ങി വരും. എന്നിട്ട് പറയും അല്ലാ തഖാഫു വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, ദുഃഖിക്കണ്ട. അതായത് വിട്ടുപോകുന്ന ലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് നിരാശപ്പെടേണ്ട, വരാനിരിക്കുന്ന പരലോകത്തെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടും വേണ്ടതാണ്. വല്ലാത്തൊരു വാക്കാണ്. എന്നിട്ടോ സന്തോഷ വാർത്ത എന്ത്? വഅബ്ശിറൂ ബിൽ ജന്ന അല്ലതി കുൻതും തുഅദൂന, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന സ്വർഗത്തെപ്പറ്റി നിങ്ങൾ സന്തോഷമടഞ്ഞുകൊള്ളുക. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയുടെ മരണവേളയിൽ മലായികത്തുകൾ അവരോട് പറഞ്ഞു കൊടുക്കുന്ന വാക്കാണത്. നമ്മൾ എത്ര ആൾക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ട്? അൽഹംദുലില്ലാഹ്. എത്ര ആളുകൾ ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഈ ഉമ്മത്തിലെ ഒന്നാമൻ, ഈ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിലെ ഒന്നാമൻ, മഹാനായ സിദ്ദീഖുൽ അക്ബറിനോട് ചോദിക്കുന്നു അൻഹു അനിൽ ഇസ്തിഖാമ. സുഇല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അനിൽ ഇസ്തിഖാമ. ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞ ഇസ്തിഖാമത്തിന്റെ മഅന എന്താ? ഫഖാൽ, ഉമ്മത്തിലെ ഒന്നാമൻ
വിവരമുള്ളവർ, ഭക്തിയുള്ളവർ, അള്ളാന്റെ റസൂലിലേക്ക് ഏറ്റവും ഖുർബത്തുള്ളവർ, അള്ളാഹുവെ അങ്ങേയറ്റം ആരാധിച്ച് ജീവിച്ച മഹാനായ അബൂബക്കർ സിദ്ദീഖ് പറയാ, അല്ലാ തുശ്രിക ബില്ലാഹി ശൈആ. അതാ ഞാൻ ആയത്തിന്റെ മായന പറഞ്ഞപ്പോ പറഞ്ഞത്, ഇസ്തിഖാമോ സുമ്മസ്തഖാമോ എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്യാതെ തൗഹീദിൽ ഉറച്ചു നിൽക്കുന്നവരെന്നാണ്. അള്ളാഹു ആ കൂട്ടത്തിലാക്കട്ടെ. പ്രിയമുള്ളവർ, കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. മുഅ്മിനീങ്ങൾ മരിക്കണ വേളയിൽ അള്ളാഹുവിന്റെ മലക്കുകൾ മുഅ്മിനീങ്ങൾക്ക് സലാം പറയും, അതുപോലെ അവർക്ക് ആശ്വാസങ്ങൾ അറിയിക്കുന്നതാണ്. അതാണ് ഞാൻ ആമുഖമായി ഓതി വെച്ചത്. ഏത്? الذين تتوفاهم الملائكة طيبين يقولون السلام عليكم ادخلوا الجنة بما كنتم تعملون. അതായത് നല്ല ആളുകളായിരിക്കെ മലക്കുകൾ ഏതൊരു കൂട്ടരുടെ ജീവിതം അവസാനിപ്പിക്കുന്നുവോ അവർ പറയും, ആ മരിക്കുന്ന വ്യക്തിയോട് അവർ പറയും, മലക്കുകൾ പറയും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം, സലാമുൻ അലൈക്കും. എന്നിട്ടോ ഉദ്ഖുലുൽ ജന്നത, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക. എന്തിനാൽ? മരിക്കുന്ന നിമിഷം വരെയും ചെയ്തുപോയ പ്രവർത്തനമാണ്. ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ ഫലമായി നിങ്ങളുടെ സാമ്പത്തിക രംഗം നിങ്ങൾ ശുദ്ധീകരിച്ചു, നിങ്ങളുടെ ധാർമ്മിക ജീവിതം നിങ്ങൾ നന്നാക്കി, നിങ്ങളുടെ കുടുംബം നിങ്ങൾ നന്നാക്കി, മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ ജാഗ്രത കാണിച്ചു. എല്ലായിടത്തും അള്ളാഹു തൃപ്തിപ്പെട്ടത് മാത്രം അതിന് തീരുമാനിച്ച് ജീവിക്കുന്നതിനിടയിലാണ് മലക്കുൽ മൗത്ത് വരുന്നത്. അല്ല മദീനെ തീരുമാനിച്ചിടത്താണ്. അള്ളാന്റെ തൃപ്തി മതി. അല്ല വെറുക്കണതൊന്നും ജീവിതത്തിൽ വേണ്ട, ഇടപാടിൽ വേണ്ട, ഇടപെടലിൽ വേണ്ട, കുടുംബത്തിൽ വേണ്ട, കച്ചവടത്തിൽ വേണ്ട, കൃഷിയിൽ വേണ്ട, ഒരിടത്തും അത് വരരുത്. എന്റെ റബ്ബിന്റെ തൃപ്തി മാത്രം മതി എന്ന് തീരുമാനിച്ച് ജീവിക്കുന്നിടത്താണ് മലക്കുൽ മൗത്ത് വരുന്നത്. നല്ലവരായി തൊയ്യിബീൻ. എന്താ തൊയ്യിബീൻ എന്ന് പറഞ്ഞാൽ അറിയോ? തൊയ്യിബീൻ എന്ന് പറഞ്ഞ രണ്ട് തഫ്സീറാണ് കൊടുത്തത്. ഒന്ന്, മുഅ്മിനീന ത്വാഹിരീന മിനശ്ശിർക്ക്, ശിർക്കിനെ തൊട്ട് ശുദ്ധരായ മുഅ്മിനീങ്ങൾ. ഒന്നാമത്തെ വിഷയതാണ്, അസ്ലതാണ്, പ്രധാനമതാണ്, പ്രമാണമതാണ്, പ്രാധാന്യമതാണ്. മഹാനായ ഇമാം മുജാഹിദ് ഇബ്നു ജബർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രമുഖ ശിഷ്യൻ അവിടുന്ന് പറയാണ്, സാഖിയതൻ അഫ്ആലുഹും വഅഖ്വാലുഹും. രണ്ടാമത്തെ പ്രത്യേകത അതാണ്, വാക്കും പ്രവൃത്തിയും ശുദ്ധമായവർ. ഇതൊരടയാളമാണ്, ഇതൊരു നിലപാടാണ്, ഇതൊരു ആദർശമാണ്. വാക്കും പ്രവൃത്തിയും ശുദ്ധരാവുക എന്നത്. നമ്മൾ പരാജയപ്പെടുന്നത് അവിടെയാണ്. നമ്മള് മറ്റുള്ളവരുടെ മുന്നിൽ ചോദ്യചിഹ്നമാകുന്നത് അവിടെയാണ്. വാക്കും പ്രവൃത്തിയും ശുദ്ധരാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതാണ് ത്വയ്യിബീൻ. അവിടെയാണ് ത്വയ്യിബീൻ എന്ന നല്ലവർ. ഏതായി നല്ലത്? ശിർക്കില്ലാത്ത തൗഹീദിന്റെ ജീവിതമാണ്. ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അങ്ങനെയുള്ള ആളുകൾ എത്രത്തോളം അറിയോ? മഹത്തുക്കൾ വിവരിക്കണ, അവർ അള്ളാഹുവിനെ മാത്രം അനുസരിക്കുകയും അള്ളാഹുവിന്റെ തൃപ്തി മാത്രം നേടുകയും ചെയ്തവരാണ്, അതിനുവേണ്ടി പരിശ്രമിച്ചവരാണ്. സലാമുൻ അലൈക്കും, അവർക്ക് സമാധാനം എന്ന മലക്കൾ പറയണം. യാ അല്ലാഹ്, അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിലാക്കട്ടെ. ഈ ആയത്തിന്റെ ഒക്കെ കൂടെ വരുന്ന ചില ഹദീസുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു മുഅ്മിനിന്റെ മരണ വേളയെ സംബന്ധിച്ച്, ഇദാ ഹുദിറ അൽ മുഅ്മിനു അതതുഹു മലായികത്തുർ റഹ്മത്തി ബിഹരീറത്തിൻ ബൈളാ ഫയഖൂലൂൻ. ഒരു വിശ്വാസി മരണത്തിന് വിധേയനാകുന്ന സന്ദർഭത്തിൽ റഹ്മത്തിന്റെ മലായികത്തുകൾ അവന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് അവർ പറയും, ഉഖ്റുജി, എങ്ങനെ? പട്ടുവസ്ത്രവുമായി അവന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് അവർ പറയും, ഉഖ്റുജി റാദിയതൻ മർദിയൻ അൻകി ഇലാ റൗഹില്ല റൗഹില്ല വറൈഹാനിൻ. അതാണ് നമ്മൾ നേരത്തെ ഓതിയത്, ഫറൗഹുൻ വറൈഹാൻ. ഇനിയോ വറബ്ബിൻ ഗൈരി ഗദ്ബാൻ. എന്താ മലക്കുകൾ പറയുന്നറിയോ? തൃപ്തിപ്പെട്ട നിലയിലും തൃപ്തി നേടിയ നിലയിലും അള്ളാഹുവിന്റെ റൗഹിലേക്ക്, അഥവാ സമാശ്വാസത്തിലേക്കും സ്വർഗീയ സുഗന്ധത്തിലേക്കും കോപമില്ലാത്ത റബ്ബിങ്കിലേക്കും പുറപ്പെട്ടുകൊള്ളുക എന്ന് മുഅ്മിനായ മനുഷ്യന്റെ റൂഹിനെ പിടിക്കുന്ന വേളയിൽ ആ മുഅ്മിനായ മനുഷ്യനോട് മലായികത്തുകൾ പറയുമെന്ന് ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, നമ്മളോട് എന്തായിരിക്കും മലക്കുകൾ പറയാ? എന്താ ഞാൻ അവിടെ ചെന്ന് അയാൾ എന്നോട് പറയാ? പക്ഷെ അത് വാങ്ങിയില്ല, വാങ്ങാതെ പൊരിച്ചെന്ന് ഇപ്പൊ പെണ്ണുങ്ങൾ എന്താ എന്നോട് പറയാ? ഞാൻ ആ സാധനം ചെയ്തു കൊടുത്തില്ല, എന്റെ കുട്ടി എന്താ പറയാ?
അല്ലെങ്കിൽ മുതലാളി എന്ത് പറയും, അല്ലെങ്കിൽ ഞാൻ തൊഴിലാളികളോട് എന്ത് പറയും, എന്റെ അധീനതയിലുള്ളവർ എന്ത് പറയും എന്നൊക്കെ ആശങ്കിക്കുന്നവർ നമ്മള്. എന്നങ്ങൾ ആലോചിക്കും, മലക്കുകൾ നമ്മോട് എന്ത് പറയും? അതല്ലേ ശരിക്കും ചർച്ച, അതല്ലേ കാലിക പ്രസക്തി, അതല്ലേ ഇപ്പൊ തീർന്നാൽ സംഭവിക്കുന്ന വിഷയം. ഈ നിമിഷം ഞാൻ ഈ മിമ്പറിലായിരിക്കെ വന്നാൽ, നിങ്ങൾ ഇരിക്കുന്നിടത്ത് വന്നാൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, കാലികമാണത്. ആളുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അഡ്രസ് ചെയ്യേണ്ടതിനെ കുറിച്ച് ആളുകൾ പലപ്പോഴും മറന്നുപോകും. അതുകൊണ്ടാണ് ചില ഖുതുബകൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ മാത്രം ഓർമ്മിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു റിപ്പോർട്ടില് നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മുഅ്മിനിന്റെ ദുനിയാവിലെ ജീവിതത്തിന്റെ അവസാനവും ആഖിറ ജീവിതത്തിന്റെ ആരംഭവുമായി കഴിഞ്ഞാൽ, നസല ഇലൈഹി മിനസ് സമാഇ മലായികത്തുൻ ബീദുൽ വുജൂഹ്, സൂര്യനെ പോലെ കഅന്ന വുജൂഹുഹും അശ്ശംസ്, സൂര്യനെ പോലെ പ്രശോഭിക്കുന്ന വെളുത്ത മുഖങ്ങളുള്ള മലക്കുകൾ അവരിറങ്ങി വരും. മഅഹും, അവരുടെ കൂടെ ഉണ്ടാകും, കഫനും മിൻ അഖ്ഫാനിൽ ജന്ന, നമ്മളെ തൊട്ടപ്പുറത്ത് ചെറിയ ടെക്സ്റ്റൈൽസ് നിന്ന് വാങ്ങിയ 150, 200, 500 വില വരുന്ന പഴയ ആ കോറത്തുണിയെ കുറിച്ചല്ല, നമ്മുടെ മയ്യത്തിനെ പൊതിച്ച കോറത്തുണിയെ കുറിച്ചല്ല. കഫനും മിൻ അഖ്ഫാനിൽ ജന്ന, സ്വർഗത്തിലെ കഫം പുടവകളുമായിട്ട് അവർ വരുന്നതാണ്. വഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന, നാട്ടിൽ കിട്ടുന്ന 1000, 2000, 5000, 10000 കൊടുത്തിട്ട് പലപ്പോഴും അറബികളെ പോലുള്ള ആളുകളൊക്കെ ഉപയോഗിക്കുന്ന മുന്തിയതരം അത്തറുണ്ടല്ലോ, അതിനെക്കുറിച്ചല്ല. ഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന, സ്വർഗത്തിലെ സുഗന്ധം, ആ സുഗന്ധം പുരട്ടിയ കഫൻ പുടവയുമായി അവർ ആകാശത്ത് നിറങ്ങി വരുന്ന. ആരടുത്തേക്ക് നിറങ്ങള് സാധാരണ തുണിയും കുപ്പായിട്ട് നടക്കണം, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകളായ, എന്നാൽ നമ്മൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വലിയൊരു മെച്ചമാണ്. നമ്മളെ വസ്ത്രം മുന്തിയതല്ല, ദുനിയാവിന്റേതാ. സുഗന്ധം മുന്തിയതല്ല, ദുനിയാവിന്റേതാ. നമ്മൾ ഉപയോഗിച്ച പലതും ദുനിയാവിന്റേതാണ്, മുന്തിയതല്ല. എന്നാൽ മരിക്കുമ്പോൾ മുന്തിയതരം വസ്ത്രങ്ങളുമായി മലായികത്തുകൾ വരുമെന്ന് അവിടെ ആലോചിച്ച് നോക്കി. എന്നിട്ട് മലക്കുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഹത്താ യജ്ലിസു മിൻഹു മദ്ദൽ ബസർ, അങ്ങനെ വിശ്വാസിയുടെ കണ്ണെത്തുന്ന ദൂരത്തിൽ അവരിയ്ക്കും. ثم يجيء ملك الموت حتى يجلس عند رأسه فيقول, മലക്കുൽ മൗത്ത് വന്നുകൊണ്ട്, ഞാനോ നിങ്ങളോ ആരാണ് മരിക്കുക, ആ മരിക്കുന്ന വ്യക്തിയുടെ തലയുടെ ഭാഗത്തിരുന്ന് പറയും, അയ്യത്തുഹൻ നഫ്സുത് ത്വയ്യിബ ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വരിദ്വാൻ, അല്ലാഹുവിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്കും തൃപ്തിയിലേക്കും താങ്കൾ പുറപ്പെട്ടുകൊള്ളുക എന്നാണ്. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസ് സ്വീകാര്യോഗ്യമാണ്. ഹദീസിൽ വന്നത് എന്തൊക്കെയാ? നേരത്തെ പറഞ്ഞ ഹദീസിൽ ഒന്ന് റഹ്മത്തിന്റെ മലക്കുകൾ വരും. അവര് വെളുത്ത പട്ടുവസ്ത്രവുമായാണ് വരുന്നത്. ദുനിയാവിൽ പട്ട് ഹറാമാണ്, സ്വർഗത്തിലോ പട്ടൊരു മനുഷ്യന്റെ വസ്ത്രമാണ്, മികച്ച വസ്ത്രം പട്ടാണ്. ആ പട്ടുവസ്ത്രവുമായി അവർ വരും. എന്നിട്ട് അവർ പറയും, തൃപ്തിപ്പെട്ടവരായി വരാൻ. ഏതിലേക്ക്? അള്ളാഹുവിന്റെ ആശ്വാസത്തിലേക്കും സ്വർഗീയ സുഗന്ധത്തിലേക്കും, കോപിക്കാത്ത റബ്ബിങ്കിലേക്കും വരണമെന്നാണ്. സ്വർഗത്തിൽ നിന്നുള്ള കഫം പുടവ, സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, എത്രത്തോളം ആനന്ദകരമായതിന് എന്താ ഉള്ളത്? ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ആനന്ദം. ജീവിതത്തിൽ സന്തോഷങ്ങളുടെ ചില വേളകളൊക്കെ നമുക്കുണ്ടാവും. നമ്മൾ പ്രസവിച്ച സമയത്ത്, നമ്മളുമായി ബന്ധപ്പെട്ട ലോകത്ത് പ്രധാനപ്പെട്ട ചില സമയങ്ങൾ, ഒന്നില്ലെങ്കിൽ ഒരു വിവാഹത്തിന്റെ വേള, അല്ലെങ്കിൽ അവനവന്റെ മക്കളുടെ വിവാഹവേള, നമുക്ക് വളരെ സന്തോഷം തോന്നിയ ചില നിമിഷങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ ശരിക്ക് ഒരു മനുഷ്യൻ ഈ ദുനിയാവെന്ന് വിട പറയുന്ന നേരത്ത് അനുഭവിക്കുന്ന ഈ സന്തോഷത്തെക്കാളും വലിയൊരു സന്തോഷം ദുനിയാവിൽ അവൻ അനുഭവിക്കുന്നില്ല എന്നാണ്. അനുഭവിക്കണില്ല. നമുക്ക് വേണ്ട ഈ സന്തോഷം, നമുക്ക് വേണ്ട ഈ ആശ്വാസം, അനിശ്ചിതമായ, അനന്തമായ, ശാശ്വതമായ ഒരു ലോകത്തെ ജീവിതത്തിന് ഒരുങ്ങാൻ എത്രത്തോളം നമ്മൾ പണിയെടുക്കണോ അത്രത്തോളം ഈ സന്തോഷത്തിന്റെ വലിപ്പം കൂടുന്ന ഈ ഒരു കാര്യം അള്ളാഹുവിന്റെ കിതാബിലൂടെ അറിയിക്കുന്നുണ്ട് എന്നത് മാത്രമേ സന്ദർഭത്തിൽ നമുക്ക് ഓർമ്മിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണ് 89-ാം അധ്യായം സൂറത്ത് ഫജ്ർ. അതിന്റെ 28 മുതൽ 30 വരെയുള്ള ആയത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ സമാനമായ വാക്കുകൾ അള്ളാഹ് പറഞ്ഞതാണ് പിന്നെ നബി പറയണത്. രണ്ടും വഹിയാണ്. അള്ളാഹുവിന്റെ കിതാബിൽ പറഞ്ഞതാണ് നബി പറയണത്, രണ്ടും വഹിയാണ്. എന്താ അള്ളാഹ് പറഞ്ഞത്? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന
ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഓ സമാധാനമടഞ്ഞ ആത്മാവേ, എന്തോരു ആനന്ദത്തിന്റെ വർത്തമാനം. നീ നിന്റെ റബ്ബിങ്കിലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തി ലഭിച്ചുകൊണ്ടും മടങ്ങിക്കൊള്ളുക. എന്നിട്ട് തന്റെ അടിയാന്മാരുടെ കൂട്ടത്തിൽ പ്രവേശിച്ചുകൊള്ളുക. വദ്ഖുലി ജന്നതി. ഏതാണ് അടിമകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം? ഏതാണ് മുഅ്മിനീങ്ങളുടെ സംഗമഭൂമി? ഏതാണ് ദുനിയാവിൽ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടവന്റെ ആവാസ കേന്ദ്രം? ഏതാണ്? അല്ലാഹുവിന്റെ സ്വർഗ്ഗം. അല്ലാഹുവിന്റെ സ്വർഗ്ഗം. ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുക. ആദ്യത്തെ വിളികൾ ശ്രദ്ധിച്ചോ? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. ഇസ്ലാമിൽ വിശ്വസിച്ചവന്റെ ആത്മാവിനോടാണ്. മരണത്തിന്റെ വേളയിൽ മലക്കുകൾ പറയണത്, അല്ലയോ വിശ്വാസത്തിലും സൽക്കർമ്മത്തിലും സമാധാനമടഞ്ഞ ആത്മാവ്, ഇർജിഇ, നീ വന്നോ. എത്ര രസകരമായ വിളിയാണ്. എവിടേക്കാ വിളിക്കണത്? ഇലാ റബ്ബികി റാദിയതൻ മർദിയ. നിന്റെ റബ്ബിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് നിനക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്തായ പ്രതിഫലത്തിൽ തൃപ്തി അടഞ്ഞവനായി സ്വർഗം കൊണ്ട് അല്ലാഹു ഓഫർ നൽകാണ്. തൃപ്തിപ്പെട്ടവനായി നീ ചെയ്ത സൽക്കർമ്മങ്ങളാൽ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടും നീ നിന്റെ റബ്ബിങ്കിലേക്ക് മടങ്ങുക. ഫദ്ഖുലി ഫീ ഇബാദി. ആരുടെ കൂടെയാ? എന്റെ സച്ചരിതരായ ദാസന്മാർ. മിനസ് നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അവരുടെ കൂട്ടത്തിലായി നീ പ്രവേശിക്കുക. വദ്ഖുലി ജന്നതി. അവരോടൊപ്പം സൽക്കർമ്മം ചെയ്ത മുഴുവൻ ആളുകൾക്കും വേണ്ടി ഞാൻ ഒരുക്കിയ സ്വർഗത്തിൽ നീ പ്രവേശിച്ചുകൊള്ളുക എന്ന് മരണവേളയിൽ വിശ്വാസികളോട് പറയപ്പെടുമെന്ന്. ഇതിന്റെ രണ്ടാമത്തെ തഫ്സീർ ഖിയാമത്ത് നാളിൽ പറയുന്നുള്ള കാര്യമാണ്. വല്ലാഹു തആല അഅലം. പ്രിയമുള്ളവരെ, ഇങ്ങനെ സമാധാനവും ആശ്വാസവും ഒക്കെ പകർന്നു നൽകുന്ന ഒരു മരണം അല്ലാഹു തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ അഹ്ലുകാർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. ബഹുമാനരായ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ വസിക്കുന്ന ആളുകളോട് നടത്തുന്ന ഒരു സംസാരമുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ, അവിടുത്തെ സഹീഹിൽ അത് അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട്. എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറയാണ്, നിശ്ചയം അള്ളാഹു സ്വർഗത്തിൽ വസിക്കുന്നവരോട് പറയും, സ്വർഗവാസികളെ എന്ന് വിളിക്കും. അപ്പൊ അവര് പറയും, ലബ്ബൈക റബ്ബന വസഅദൈ. അള്ളാഹുവേ, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരമേകുന്നു, നിന്റെ വിളിക്ക് ഉത്തരം നൽകുന്നതിൽ ഞങ്ങൾ സൗഭാഗ്യവാന്മാരാകുന്നു. ഫയഖൂലു, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, എന്തെങ്കിലുമൊക്കെ ക്ഷീണം കൊണ്ട് ഉറങ്ങാൻ പാടില്ല. സാധ്യത ഉണ്ട്, ജുമയിലെ ഖുതുബയിലെ സാധ്യത ഉണ്ട്. ഫയഖൂലൂൻ, ആരെങ്കിലും അടുത്തുറങ്ങണം, തട്ടി വിളിച്ചാളി, സംസാരിക്കണ്ട, ഒന്ന് വിളിച്ചാൽ മതി. ഫയഖൂലൂൻ, അള്ളാഹ് ചോദിക്കാം, എവിടെ? നാളെ സ്വർഗത്തിൽ. ആരോടെന്നറിയോ? സ്വർഗത്ത് കിടക്കുന്നവരോട്. ഹൽ റദീതും, അത് ശരിക്കും തൃപ്തരാണോ എന്നാണ്. നമ്മൾ തൃപ്തരാണോ? എവിടെ വരെ ജീവിക്കണത്? സ്വർഗത്തിലാണ്, സ്വർഗത്തിന്റെ സുഖങ്ങളിലാണ്. തൃപ്തരാണോ എന്ന് ചോദിക്കാൻ. ഫയഖൂലൂൻ, അപ്പൊ അവര് പറയും, വമാ ലനാ ലാ നർളാ വഖദ് അഅതൈതനാ മാ ലം തുഅതി അഹദൻ മിൻ ഖൽഖിക്. ഞങ്ങൾ എന്തുകൊണ്ട് തൃപ്തരാവില്ല റബ്ബേ? നിന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും നൽകാത്തത്ര നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ സ്വർഗത്തിലെ സുഖങ്ങൾ, ചാരുമഞ്ചങ്ങൾ, കട്ടിലുകൾ, ആരാമങ്ങൾ, അരുവികൾ. ഒരു വേദനയോ വിഷമമോ പ്രയാസമോ ദുഃഖമോ ആക്ഷേപമോ പരിഹാസങ്ങളോ കൂക്കുവിളികളോ ഒന്നുമില്ലാത്ത, ജരാനര ബാധിക്കാത്ത, വയസ്സാകാത്ത 33 അല്ലെങ്കിൽ 34 വയസ്സ്. അത്ര സുഖമാണ്. ജീവിക്കുന്നത് ആരുടെ കൂടെ? സാലിഹീങ്ങളുടെ കൂടെ. അതിൽ ഏറ്റവും രസകരമായ തന്ത്രങ്ങള് ആ സ്വർഗത്തിലാണ്. നമ്മള് ജീവിതത്തിൽ മാതൃകയാക്കണം അള്ളാന്റെ റസൂലുള്ളത്. ആ അള്ളാന്റെ റസൂലിനെ അടക്കം കണ്ട് ജീവിക്കണ സ്വർഗമാണ്. ഞങ്ങൾക്ക് എന്താ റബ്ബേ, ഞങ്ങൾ തൃപ്തരാണ്. ഫയഖൂൽ, അപ്പൊ അല്ലാഹ് പറയും,
അന ഉഅതീകും അഫ്ളല മിൻ ദാലിക, അതിനേക്കാൾ ശ്രേഷ്ഠമായത് ഞാൻ നിങ്ങൾക്ക് നൽകട്ടെയോ? ഖാലു യാ റബ്ബ്, അവർ ചോദിക്കും ഞങ്ങളുടെ റബ്ബേ, വ അയ്യു ശൈഇൻ അഫ്ളലു മിൻ ദാലിക, ദുനിയാവിൽ നമ്മളൊക്കെ കേൾക്കണം സ്വർഗ്ഗമാണ് പ്രധാനം, സ്വർഗ്ഗത്തിലുള്ളതാണ് പ്രധാനം. ശരിയാണ്. ഈ സ്വർഗ്ഗത്തിലെത്തിയിട്ട് ഇനി ഇതിനേക്കാൾ ശ്രേഷ്ഠമായത് ഞങ്ങൾക്ക് എന്താണ്? ഇതിനേക്കാൾ ശ്രേഷ്ഠമായത് എന്താണ്? അപ്പോ അല്ലാഹു പറയും, അജല്ലു ഉഹില്ലു അലൈക്കും റിദ്വാനി, ഉഹില്ലു അലൈക്കും റിദ്വാനി, എന്റെ തൃപ്തി ഞാനിതാ നിങ്ങളുടെ മേൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഫലാ അസ്ഖതു അലൈക്കും ബഅദഹു അബദാ, ഇതിൽ പിന്നെ ഞാൻ ഒരിക്കലും നിങ്ങളോട് കോപിക്കുകയില്ല. ഇതാണ് വറബ്ബിൻ ഗൈരി ഗദ്ബാൻ എന്ന് മുഹമ്മദ് നബി നമ്മെ പഠിപ്പിച്ചത്. ഒരിക്കലും കോപിക്കാത്തവനായ റബ്ബുണ്ട് എന്ന് മലക്കുകൾ മരണവേളയിൽ പറയുമെന്നാണ്. ഇതാണ് അല്ലാഹ് പറഞ്ഞത്, വരിദ്വാനും മിനല്ലാഹി അക്ബർ, സൂറത്ത് തൗബയുടെ 72-ാമത്തെ ആയത്തിൽ. അല്ലാഹുവിങ്കിൽ നിന്നുള്ള തൃപ്തിയാണ് ഏറ്റവും വലുതെന്ന്. ഈ ആയത്തിന് താഴെയാണ് നമ്മൾ ഇപ്പോൾ വായിച്ച ഹദീസ്. ഇമാം ബുഖാരിയിലും ഇമാം മുസ്ലിമിലുമുള്ള ആ ഹദീസ്, അവർ രേഖപ്പെടുത്തിയ ഹദീസ് മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീറായി എടുത്തു കൊടുക്കുന്നത്. അവിടെ ആലോചിച്ചു, ഇവിടെ എന്താണെന്നറിയോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്നറിയോ? ഓരോ സ്വർഗക്കാരനും അവിടെ ലഭിക്കുന്ന മഹത്തായ അനുഗ്രഹമാണ് അള്ളാന്റെ തൃപ്തി എന്നാണ്. ഇതിനപ്പോ ഞാൻ സ്വർഗത്തിലെ കഥ ഇവിടെ പറഞ്ഞു, മരണവേളയുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്തിനാ ഞാൻ ഇപ്പൊ സ്വർഗത്തിലെ കഥ പറഞ്ഞത്? എന്താ ഖത്തീബ് നിങ്ങളങ്ങനെ പറയാൻ കാരണം? പ്രിയമുള്ളവരെ, ഈ സ്വർഗത്തിൽ ജീവിക്കുന്നവരോട് അല്ലാഹ് പറയണം, നിനക്കെന്റെ തൃപ്തിയുണ്ട്, ഞാൻ ഒരിക്കലും കോപിക്കൂലെന്നാണ്. ഇതെപ്പോൾ പറയുന്നറിയോ? ഇതെപ്പോൾ പറയുന്നോ? സ്വർഗത്തിൽ മാത്രമല്ല, ദുനിയാവിൽ നിന്ന് വിട പറയുന്ന ഒരു വിശ്വാസിയുടെ മരണത്തിന്റെ വേളയിൽ മലായിക്കത്തുകൾ ഇത് ഓർമ്മിപ്പിക്കാണ്, നിന്റെ റബ്ബിന്റെ കോപമില്ലാത്ത കാരുണ്യമുള്ള റബ്ബുണ്ട് നിനക്ക്. ഇവിടെ സ്വർഗത്തുനിന്ന് അല്ലാഹ് പറയാൻ പോണത് മരിക്കണ നേരത്തെ മലക്കൾ ഓർമ്മിപ്പിക്കാണ്. കോപിക്കാത്ത, നിങ്ങളെ തൃപ്തിപ്പെടുന്ന ഒരു റബ്ബുണ്ട് എന്ന്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഉള്ളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിലും വലിയൊരു സമാധാനം നമുക്കിനി എന്താണ്? ഇതെന്നെ നബി പറഞ്ഞത്, ഉഖ്റുജി അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ, അല്ലയോ പരിശുദ്ധ ശരീരത്തിലായിരുന്ന വിശുദ്ധമായ ആത്മാവേ, കാനത്ത് ഫിൽ ജസദി ത്വയ്യിബ്, നല്ല ശരീരത്തിലാണ്. ഉഖ്റുജി ഹമീദതൻ വഅബ്ശിരി ബിറൗഹിൻ വറൈഹാനിൻ വറബ്ബിൻ ഗൈരി ഗദ്ബാൻ, വാഴ്ത്തപ്പെട്ട നിലക്ക് നീ പുറപ്പെട്ടുകൊള്ളുക, സമാശ്വാസവും സ്വർഗീയ പരിമളവും കോപിക്കാത്തവനുമായ റബ്ബുണ്ടെന്നതിൽ നീ സന്തോഷിക്കുക. ഇത്തരമൊരു കൂടിക്കാഴ്ച എത്രമാത്രം സത്യമാണ്! ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ലാത്ത ഇതുവരെ നമ്മൾ കണ്ടുമുട്ടിയിട്ടില്ലാത്ത ഒരു വിഭാഗത്തെ, മലക്കുൽ മൗത്തിനെയും മുഅ്മിനീങ്ങളുടെ റൂഹ് ഏറ്റുവാങ്ങുന്ന മറ്റു മലക്കുകളെയും നേരിൽ കാണുന്നൊരു സന്ദർഭം. പല കൂടിക്കാഴ്ചകളെ പറ്റി നമുക്ക് ധാരണ ഉണ്ടാവും. പല കൂടിക്കാഴ്ചകളെ പറ്റി മന്ത്രി വന്നാൽ, പ്രസിഡന്റ് വന്നാൽ, പഞ്ചായത്ത് പ്രസിഡന്റ് വന്നാൽ, അറിയപ്പെട്ട ഏതെങ്കിലും ഒരു വിവിഐപിയോ വന്നാൽ എങ്ങനെ സ്വീകരിക്കണം? ഒരു മുഖ്യമന്ത്രി വന്നാൽ പോലും ചില പരേഡുകൾ ഉണ്ടാവും, അയാളെ സ്വീകരിക്കുന്നതിന് ചില ട്രെയിനിങ്ങുകൾ ഉണ്ടാവും, ചില പ്രത്യേക മെത്തേഡുകൾ ഉണ്ടാവും. അത് പരിശീലിപ്പിക്കും 5-6 ദിവസമൊക്കെ. എന്നിട്ടാണ് അവസാനം അത് പ്രാക്ടിക്കലാക്കുക. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ. എന്നാൽ ഈ മലക്കുൽ മൗത്ത് ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളെന്ത് പ്രാക്ടിക്കൽ ക്ലാസ്സിലാണ് ഇരുന്നത് പ്രിയമുള്ളവര്? ഈ മലക്കളെ സ്വീകരിക്കാൻ നമ്മളെന്ത് പ്രാക്ടിക്കലാണ് ചെയ്തത്? ഇങ്ങനെ ഒരു കണ്ടുമുട്ടലിനെ കുറിച്ച് ആലോചിച്ചിട്ട് നമ്മൾ എന്തൊരു മുന്നറിയിപ്പാണ് എടുത്തത്? ദുനിയാവിൽ പല മുന്നറിയിപ്പ് എടുക്കണമല്ലേ നമ്മള്? പല മുന്നറിയിപ്പ്. ഇപ്പോഴും ആ കൊറോണന്റെ വൈറസ് കുത്തിയതിന്റെ പേരിൽ ശ്വാസം മുട്ടുമാറാത്തവരില്ലേ കൂട്ടത്തിന്? മുന്നറിയിപ്പാണത്, മുന്നറിയിപ്പാണ്. എന്നങ്ങൾ ആലോചിച്ച്, റൂഹ് പിടിക്കാൻ വരുന്ന മലക്ക് വരുമെന്ന് മനസ്സിലാക്കിയിട്ട് എന്തൊരു മുന്നറിയിപ്പാണ് ഈ കൂടിക്കാഴ്ച. ചുറ്റുമുള്ളവരൊന്നും കാണണില്ല, ഞാൻ മാത്രം കാണുന്ന ഈ ഒരു കൂടിക്കാഴ്ച. ഇതിനെപ്പറ്റി നമ്മൾ എന്തൊരു മുന്നറിയിപ്പാണ് സ്വീകരിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നൊരുക്കത്തോടുകൂടി, അല്ലാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ഇത്തരം ഒരു ജീവിതം വരാനുണ്ട്, ഇങ്ങനെ ഒരു സംഭവം വരാനുണ്ട് എന്നുള്ള ബോധത്തോടുകൂടി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കുമാറാവട്ടെ. ഇണകളിൽ മക്കളിൽ അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. എപ്പം മരിച്ചാലും ഈമാനോടുകൂടി അല്ലാഹു മരിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെട്ടത് മാത്രം പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ സഹോദരങ്ങൾ പല സ്ഥലത്തും പ്രയാസത്തിലാണ്, പ്രത്യേകിച്ച് ഫലസ്തീനുകൾ. അല്ലാഹുർക്ക് സമാധാനം ചൊരിയുമാറാവട്ടെ. അല്ലാഹു ഒരു ഇസ്ലാമിക രാജ്യം, ഒരു ഫലസ്തീൻ രാഷ്ട്രം അല്ലാഹുവിടെ സ്ഥാപിക്കുമാറാവട്ടെ.
അഹ്ലുസുന്നത്തിന്റെ കൈകളിലേക്ക് അല്ലാഹു ഏൽപ്പിക്കുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.